തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത്. പേരുമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എതിർപ്പുമായി കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരൻ എംഎൽഎയും രംഗത്തെത്തിയത്. തീർത്ഥാടന കാലത്തിന്റെ തുടക്കം മുതൽ തന്നെ സർക്കാരും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പേരുമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരും ബോർഡും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിലാണ്. ഇതിനിടെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ദേവസ്വം ബോർഡിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയത്. അതുകൊണ്ട് ഇനിയും ദേവസ്വം ബോർഡിന് കാലാവധി ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗവൺമെൻറ്റുകൾ മാറി മാറി വരും, ദേവസ്വം ബോർഡുകൾ മാറി മാറി വരും. അപ്പോൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുമായി ചിലപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സമീപനങ്ങളുമുള്ള ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ആണെങ്കിൽ പരസ്പര പൂരകമാണിത് രണ്ടും. അപ്പോൾ പരസ്പര പൂരകമായതുകൊണ്ട് പരസ്പരം സഹകരിച്ചു വേണം പോകാൻ. എന്തായാലും സംസ്ഥാന ഗവൺമെന്റിന് താഴെയാണ് ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ദേവസ്വം ബോർഡിലെ UDF നോമിനിയായ അംഗത്തിനെതിരെ എതിർപ്പുകളില്ല. എന്നാൽ പ്രസിഡന്റിനെതിരെയാണ് വിമർശനമുള്ളത്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഓരോ പദവിയുടെയും മഹത്വം എന്താണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അതിനുള്ള സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്നും ആ കസേരയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം. കിട്ടിയ അവസരം ഉപയോഗിച്ച് വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടായി കഴിഞ്ഞാൽ സ്വാഭാവികമായ വെളിച്ചപ്പാടാകുന്നവർ ജനമധ്യത്തിൽ അപഹാസ്യനായിട്ടേ പോവുള്ളൂ. പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയ കെ മുരളീധരൻ എംഎൽഎയും ദേവസ്വം ബോർഡിന്റെ സർക്കാരിനോടുള്ള നിലപാട് സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചു. അല്ല, ദേവസ്വം ബോർഡ് ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. അതേസമയത്ത് ഗവൺമെൻറ്റും ബോർഡും സഹകരിച്ച് പ്രവർത്തിക്കണം. കാരണം സഹകരിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരെ ഭക്തജനങ്ങൾ. LDF നോമിനിയായ കെ രാഘവനും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിരുന്നു. കൃത്യമായ ചർച്ചകൾ നടത്താതെയാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുന്നതെന്നായിരുന്നു രാഘവന്റെ ആരോപണം. റിപ്പോർട്ടർ ശബരിമല.